റോയ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇരിക്കുന്ന ഭാര്യയെ 2ാമത് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആദ്യ വിവാഹം നിയമപരമായി ആയിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ, നമ്പൂതിരിയുടെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ചു മുന്നേ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു CJ റോയുമായി ബന്ധപ്പെട്ട്. ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എന്നെ ഒന്ന് തെറി വിളിക്കണ്ടേ, നമ്മുടെ കേരള സർക്കാരിനെ ഞാൻ പറഞ്ഞെന്നും കേരള സർക്കാരിന് ഇതിന്റെ ഇടയിൽ വലിച്ചിട്ടെന്നും. ഇത്രയ്ക്ക് സ്നേഹമായിരുന്നു നമ്മുടെ സർക്കാരിന്റെ അടുത്ത്. നല്ല ഒന്നാം തരം സർക്കാരാണ്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. കൂട്ടത്തിൽ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തായാലും ഇവിടെ മുക്കലുകൾ കണ്ടു കഴിഞ്ഞാലും കൈയിട്ട് വാരുന്ന വാരലുകൾ കണ്ടു കഴിഞ്ഞാലും സഹിക്കാൻ പറ്റൂല. അതും കൂടി കൂട്ടത്തിൽ പറഞ്ഞു പോയപ്പം ചിലവന്മാർക്ക് അങ്ങോട്ട് പൊള്ളുന്നുണ്ട്. നമ്മുടെ സർക്കാരിനെ ഞാൻ പറഞ്ഞു പോയില്ലെന്ന്. കഷ്ടോടെ കഷ്ടം. എന്തായാലും CJ റോയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിനു മുന്നേ ഒരു ഭാര്യ ഉണ്ടായിരുന്നെന്നും അത് മറ്റൊരു വ്യക്തിയുടെ, അതും ഒരു നമ്പൂതിരിയുടെ ഭാര്യയായിരുന്നു, ആ ഭാര്യയെ തട്ടിയെടുത്തതാണെന്നും അതേ തുടർന്ന് ആ ഭാര്യയ്ക്കുണ്ടായിരുന്ന കുറെ കോടികൾ സ്വത്തിൽ നിന്നുമുള്ള പരിപാടിയൊക്കെയാണ് ഇങ്ങനെ ആ ഭാര്യയിൽ നിന്നും തട്ടിയെടുത്തെന്നും അങ്ങനത്തെ കുറെ ആരോപണങ്ങളും ആ ഭാര്യയുടെ ശാപമാണെന്നും ഒക്കെയാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോഴുള്ള ആളെയാണോ ആ ഭാര്യയാണോ നിയമപരമായിട്ട് കല്യാണം കഴിച്ചത്, അങ്ങനെ കുറേ റൂമേഴ്സ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാംഗ്ലൂരിൽ വേറെ ബന്ധങ്ങളും വേറെ ഇടപാടുകളും, ബാംഗ്ലൂരിൽ ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളെല്ലാം വേറെ രീതിയിലൊക്കെ ആണെന്നൊക്കെ ഉള്ള ന്യൂസുകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും ഓരോ മണിക്കൂറുകൾ കഴിയും തോറും. എന്തായാലും ഇന്ന് 3 മണിക്ക് എങ്ങാണ്ടാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ, സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും ഇതിന്റെ സത്യം പുറത്തു വരണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഞാൻ രാവിലെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ 2 കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് റോയ് എന്ന് പറയുന്ന വ്യക്തിയെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ 9 കിലോമീറ്റർ താണ്ടി അപ്പുറത്ത് കൊണ്ടുപോയി. അത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാനത് ചോദിച്ചിട്ടും എന്നെ എല്ലാവരും കൂടി ചെളിവാരി അറിയുന്നു. നീ ആരടാ പോലീസാ, നീ ആരടാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, നീ ആരാ ഞാൻ ആരാ എന്നൊക്കെ ഇരുന്ന് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എടാ, ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനല്ലേ ചോദിച്ചിട്ടുള്ള. തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് എമർജൻസി ആയിട്ട് അവിടെ കൊണ്ടുപോകാണ്ട് 9 കിലോമീറ്റർ താണ്ടി അങ്ങ് കൊണ്ടുപോയത്? അതൊരു ചോദ്യമല്ലേ? ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടെന്ന് എമർജൻസി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ തീരാൻ വേണ്ടിയിട്ടല്ല കൊണ്ടുപോകേണ്ടത്. അത് ജെന്യൂൻ ആയിട്ട് ഞാൻ ചോദിച്ചു. ഇനി ന്യൂസിലൊക്കെ ആദ്യം വന്നത് എന്താ, മറ്റേ റിവോൾവറിന്റെ ഒച്ച കേട്ടിട്ടാണ് എല്ലാവരും ഓടിപ്പോയെന്ന് പറഞ്ഞു. എന്നാൽ സൈലൻസർ വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ സൈലൻസർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തുളച്ചു കയറി പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ലോങ് ഷോട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് ഷോട്ട് ബാക്കിൽ നിന്ന് അടിച്ചാൽ മാത്രമല്ലേ തുളച്ചു കയറി അപ്പുറത്തുകൂടി പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ കുറെ ദുരൂഹതകൾ ഈ കേസിൽ നിലനിൽപ്പുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏതൊക്കെയോ കൊമ്പന്മാരുടെയും കൊമ്പത്തികളെയൊക്കെ പിടികൾ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് തോന്നുന്നത്. റോയുടെ മരണം എന്ന് പറയുന്നത് ഒരു ദുരൂഹത നിറഞ്ഞ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചില കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കലാഭവൻ മണിയുടെ മരണം പോലെ ആയല്ലോ റോയ് സാറിന്റെ മരണം എന്നും ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കലാഭവമണിയുടെ മരണം ഇതുവരെ നേരെ തെളിഞ്ഞിട്ടില്ല, ദുരൂഹതയിലാണ് അത് മുങ്ങിപ്പോയത്. അതുപോലെയാണ് ഇപ്പൊ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം എന്ന് ചില കമന്റ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിൽ നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോ. എന്തായാലും റോയ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ രാവിലെ ചെയ്ത വീഡിയോയിൽ ഡാനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നെന്നും വേറൊരു നമ്പൂതിരിയുടെ ഭാര്യയാണെന്നും ആ സ്ത്രീയുടെ ശാപമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ചില കാര്യങ്ങൾ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് ചാനലിലെ ചർച്ച നമുക്കൊന്ന് കാണാം. റോയ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇരിക്കുന്ന ഭാര്യയെ 2ാമത് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആദ്യ വിവാഹം നിയമപരമായി ആയിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ, നമ്പൂതിരിയുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ റോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയതാണ് ഈ ബാംഗ്ലൂർ കാണുന്ന സ്ഥലവും റോയിയുടെ സമ്പാദ്യവും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആദ്യ ഭാര്യയുടെ ശാപം റോയിക്ക് ഫലിച്ചതാണ്. കാരണം ഈ ആദ്യ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. കർമ്മഫലമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും 2ാം ഭാര്യയെ കുറിച്ച് മാത്രമാണ് ഇയാൾ 2ാമത്തെ ഭാര്യ ആണെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായി കല്യാണം കഴിച്ച ആദ്യ ഭാര്യയാണെങ്കിൽ, ഇപ്പോഴത്തെ ഭാര്യ ലിന റോയ്, അവര് നിയമപരമായി കല്യാണം കഴിച്ച ചിലപ്പോൾ ആദ്യ ഭാര്യ ആയിരിക്കും. ഈ ആദ്യ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, കാരണം അവർ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിനുശേഷം ഇദ്ദേഹം ഈ ഭാര്യയുമായിട്ടാണ്, ഈ ഭാര്യയുടെ ലളിതമായ ജീവിതത്തെക്കുറിച്ചും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് 2 മാസം മുമ്പ് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും പറയാതിരിക്കൂ, അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട, ഞാൻ എല്ലാം ഇവിടെ ഇട്ടിട്ട് എന്റെ മക്കളെയും കൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, എനിക്ക് ആർഭാടമോ ഇതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇനി അവർ ഇതുപോലെ ഈ
സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിനോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നത്. ഇവിടെ ഓക്കെ, ഇതൊക്കെയാണ് കഴിഞ്ഞ 2 മാസം മുന്നേ നടന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ പല ചാനലുകളിലും ഡാനിയൊക്കെ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി വേറൊരു നമ്പൂതിരിയുടെ കൂടെ നിന്നു, ഈ കെ ഇ നമ്പൂതിരിയുടെ കൂടെ നിന്നിട്ട് അയാളുടെ ഭാര്യയെ തട്ടിയെടുത്തതെന്നാണെന്ന് പറയുന്നുണ്ട്. അറിയില്ല ഇതിന്റെയൊക്കെ വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന്. ആ വ്യക്തിയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യയുടെ സ്വത്തുക്കളെ തട്ടിയെടുത്തിട്ടാണ് ഈ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയെന്നുള്ള റൂമേഴ്സ് ഒക്കെ ബാംഗ്ലൂരിൽ ഒക്കെ ചർച്ച അറിയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അത് ഇങ്ങോട്ട് നമ്മുടെ മലയാളികളുടെ ഇടയിലോട്ട്, കേരളത്തിലോട്ട് വന്നിട്ടില്ല. അവിടെ ഇതെല്ലാവർക്കും അറിയാമെന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും അറിയില്ല. എന്നാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ പുറത്തു വരണം. എങ്ങനെയാണ് റോയ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഇത്രയും വലിയ സെറ്റപ്പിൽ വളർന്നത്? ഓക്കെ, വളർന്നത് നല്ലതാണ്, അങ്ങേരുടെ കഴിവ് തന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെ അതിലെന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉറപ്പായിട്ട് പുറത്തു വരണം. ഇനി ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് വെറും ഒരു IT റൈഡിനെ പേടിച്ചിട്ട് ഇത്രയും അങ്ങ് കടുംകൈ ചെയ്ത് തീർക്കാൻ മാത്രം ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തോ തക്കതായ രീതിയിൽ മറയാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറിച്ച് ആ വ്യക്തിയെ തീർത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തീർത്തതുമാവാം. അങ്ങനെ 2 ദുരൂഹത സാഹചര്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്വയം ജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തി നെറ്റിയിലായിരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അല്ലെ? പകരം നെഞ്ചിൽ പോയിന്റ് ഔട്ട് ചെയ്ത് അത് നെഞ്ചിൽ അടുപ്പിച്ച് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ തുളച്ചു കയറി അപ്പുറത്ത് പോകുന്നു. അത് കുറച്ച് ലോങ് ഷോട്ട് വെച്ച് അടിച്ചാലേ തുളച്ചു കയറി പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഡൗട്ടും കൂടി അവിടെ നിലനിൽപ്പുണ്ട്. എന്തായാലും നല്ല ദുരൂഹതയാണ് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഈ ഒച്ച കേട്ടിട്ട് എല്ലാവരും ഓടിക്കൂടിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ സൈലൻസർ വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാം വെള്ളത്തിൽ നിൽക്കുകയാണ്. പിന്നെ വേറൊരു കേസ് നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് അവിടെ കൊണ്ടുപോകാതെ കിലോമീറ്ററുകൾ താണ്ടി അപ്പുറത്ത് കൊണ്ടുപോയി. അതെല്ലാം ദുരൂഹതകൾ തന്നെയാണ്. ആ കൊണ്ടുപോയ ആൾക്കാരെല്ലാം ചോദ്യം ചെയ്യണം. അവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും റോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ തക്കതായ രീതിയിൽ ഈ വിഷയം അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഈ പറഞ്ഞതുപോലെ റോയിയുടെ ആദ്യ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന സ്വത്ത് റോയ് തട്ടിയെടുത്തു, അങ്ങനത്തെ കേസുകളെല്ലാം അന്വേഷിക്കണം. ഇതെല്ലാം റൂമേഴ്സും ദുരൂഹതയിലും നിൽക്കുകയാണ്. ഇതിന്റെ എല്ലാം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. എന്നാലും ബാക്കി കേട്ടു നോക്കാം. ഈ 3 എന്ന് പറയുന്ന സംഖ്യയാണ് റോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഖ്യ എന്നാണ് പറയുന്നത്. അതായത് ഇയാളുടെ എല്ലാ 3ലാണ്. ഇയാളുടെ അച്ഛൻ, മകൻ, ഇയാളുടെ നാളൊക്കെ ഈ തൃക്കേട്ടയാണ്. അത് 3 എന്ന് പറയുമ്പോൾ 3 എന്നാണ് ഇയാൾ സങ്കല്പിക്കുന്നത്. ഇയാളുടെ കേരളത്തിലെ വണ്ടികളുടെ നമ്പർ എല്ലാം 3 എന്നാണ്. അങ്ങനെ എല്ലാം 3ല് ഈ റോയ് തന്നെ അത് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. 3 തന്റെ ലക്കി നമ്പർ. ഈ മരിച്ചതും 3/15 ജനുവരി 30 3. മരുന്ന സമയം 3:15 അതിലും 3. അപ്പൊ മൊത്തത്തിൽ ഒരു 3ലുള്ള കളിയാണ് ഇദ്ദേഹം കടന്ന് കളിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോ 10 കിലോമീറ്റർ അകലെയുള്ള നാരായണ ഹോസ്പിറ്റലിലേക്കാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഈ ബിൽഡിങ്ങിന്റെ ഇത് കോൺസുലേറ്റ് ബിൽഡിംഗ് ആണ്. അതായത് ഇദ്ദേഹം ഈ പിന്നെ സ്ലോവേനിയയുടെ മറ്റേ കോൺസുലർ എന്തോ ആണ് ഈ പണം കൊടുത്ത് വാങ്ങുന്ന. നമുക്ക് നയതന്ത്രപരമായി വലിയ ഒരു ചെറിയ എന്തോ ഒരു ബന്ധമുള്ളതാണ്. ഈ സ്ലോവേനിയയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത്, ഈ പിന്നെ കള്ളനോട്ട് വെളുപ്പിക്കൽ, ഇതൊക്കെയാണ്. ഇത് പറഞ്ഞത് നമ്മളാരുമല്ല, അവിടത്തെ ഒരു പിന്നെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ് ഈ ഒരു വിവരം പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ലോറ ക്രൊഡൂട്ട. അദ്ദേഹം യൂറോപ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസറാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ ക്രിമിനൽ പണമൊഴുക്കിന്റെ ഒരു വലിയ കേന്ദ്രമാണ് സ്ലോവാക്യ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ യൂറോപ്യൻ യൂണിയൻ സർക്കാരിന്റെ സാമ്പത്തിക അന്വേഷണ ഏജൻസികളാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇഡിക്കും എൻഫോഴ്സ്മെന്റിനും കൈമാറിയിരിക്കുന്നത്. അതായത് ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി എന്തൊക്കെയോ റോയ് കടത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ സാർ, ഈ അന്താരാഷ്ട്ര ക്രിമിനലുകളുടെ ഈ ബിനാമികളായി പ്രവർത്തിക്കുന്നവർ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ മരിക്കുക, പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മരിക്കുക. അവരങ്ങനെ ഒരു രീതിയിലാണ് ഇവരെ, അതായത് പിടികൊടുക്കരുത്, ആ സമയത്ത് നിങ്ങൾ മരിക്കുക. പണ്ട് സൈനൈഡ് ആയിരുന്നു. പിന്നെ ഈ റോയിയുടെ ഈ തുളച്ചു കയറണമെങ്കിൽ ഇങ്ങനെ വെടിവെക്കുമ്പോൾ തുളച്ചു കയറുമോ എന്നൊക്കെയുള്ളത് ഒരു വലിയ ചോദ്യമാണ്. മൊമെന്റം കൂടുന്നത്. അപ്പൊ അതൊക്കെ ഒരു വലിയ ചോദ്യം. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ 10 കിലോമീറ്റർ അകലെയുള്ള നാരായണ ഹോസ്പിറ്റൽ എന്തിനാണ് കൊണ്ടുപോയത്? അതായത് തൊട്ടടുത്ത് വൈദേഹി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് അവിടെ കൊണ്ടുപോയിട്ടില്ല. വിക്രം ഫോർട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ
എവിടെയും കൊണ്ടുപോയിട്ടില്ല. ഈ 2 ഹോസ്പിറ്റലും പോകാതെ നാരായണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോ ഒന്നുകിൽ കൂടെയുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകം. നാരായണ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നാരായണ ഹൃദയാലയം, ഹാർട്ടിന്റെ ചികിത്സയ്ക്ക് പ്രധാനമായിട്ടുള്ള ഒരു. അതുകൊണ്ട് ഈ വൈദേഹി സൂപ്പർ സ്പെഷ്യാലിറ്റിയും വളരെ ഇതുള്ള, അതായത് ഇവിടെ നിന്ന് മരണപ്പെട്ടില്ല എങ്കിൽ റോയി ആശുപത്രിയിൽ എത്തിച്ചാലും ജീവിച്ചിരിക്കരുത് എന്ന് ആരൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്നത് റോയി എന്ന് പറയുന്നത്, ഈ CJ റോയി എന്ന് പറയുന്ന ആൾ, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയില്ല. ഞാൻ നേരിട്ട് ഒരു തവണ എങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. അത് ഈ ജേർണലിസം പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു തവണ അദ്ദേഹത്തിന്റെ തിയേറ്റർ തിരുവനന്തപുരത്തുണ്ട്, ഏരീസ് പ്ലസ്. അവിടെ പോയപ്പോഴേ, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് കണ്ടത്. ഇയാളുടെ ഈ ആഡംബരം എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരുടെ മുന്നിൽ മറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ബിസിനസ്സുകാരെ കണ്ണു മഞ്ഞളിപ്പിക്കാനുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഈ കാർ ആഡംബരം. ബേസിക്കലി ഇയാൾ ഒരു വലിയ കടക്കണിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് കടമുണ്ടായിരുന്നു, പുറമെ ഈ ആഡംബര കാറുകളും ആഡംബര ജീവിതവും കാണിച്ചു നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിലെനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു തോട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് കടബാധ്യതകൾ ഇല്ല എന്നുള്ള ന്യൂസൊക്കെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കടബാധ്യതയും ഇല്ല, വേറെ ലെവൽ റിച്ച് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ വലിയ ബിസിനസ് മാൻസിന് ഈ കടബാധ്യത ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട്. എന്തോ ഒരു ഡൗട്ട് ഉണ്ട്. ഈ ബിനാമി സെറ്റപ്പിലുള്ളവർക്ക് വലിയ കടങ്ങളും ബാധ്യതകളും ഒന്നും കാണില്ല. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് എവിടെയോ. ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് കടബാധ്യതകൾ ഇല്ല, മൊത്തം ഇങ്ങനെയാണ്. ഇനി ഈ വ്യക്തി പറഞ്ഞതുപോലെ ചിലപ്പോൾ കിട്ടുന്ന സമ്പാദ്യം മൊത്തം ഇങ്ങനെ ലാവിഷായിട്ട് ജീവിച്ച് തീർക്കുകയാണ്, ഒന്നും സേവിങ്സ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒന്നും നാളേക്ക് വേണ്ടി കരുതാണ്ട് മൊത്തം ഇങ്ങനെ അടിച്ചു തീർക്കും. എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കടബാധ്യത ഇല്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ വലിയ ബിസിനസ് മാൻസൊക്കെ ഓരോ ലോൺ എടുത്തിട്ടും വലിയ എമൗണ്ട് ലോൺ എടുത്തിട്ട് അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ റോയ് സാറിനെ സംബന്ധിച്ചിട്ട് ഒരു കടവും ഇല്ല. ഇന്നലെ ഞാൻ I2Iയുടെ ഒരു ന്യൂസ് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം 14 വർഷം മുന്നേ ഈ റോയ് സാറിന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഏതോ പാർട്ടിക്കാർ വന്ന് ഏതോ ഒരു ഫോൺ കോൾ വിളിച്ച് 25 ലക്ഷം രൂപ ബൾക്കായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പാർട്ടിക്കാർ വന്നിട്ട് 25 ലക്ഷം ചോദിച്ച ഉടനെ എടുത്ത് കൊടുക്കുമോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അവിടെ ഡൗട്ടായി. ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ I2Iയിലെ ആ വ്യക്തി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം മുന്നിൽ ഇരിക്കുന്ന സമയത്താണ് 25 ലക്ഷം രൂപ എടുത്ത് പാർട്ടിക്കാർക്ക് കൊടുത്തതെന്ന്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട്. അപ്പൊ ഇനി ബിനാമി വല്ലതും ആണോ, അങ്ങനെയുള്ള ഒരു സംശയം വരും. കാരണം പാർട്ടിക്കാർ ചോദിക്കും മുന്നേ ഏതിനൊന്നുമില്ല 25 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുന്നു. അത് ഒരു പോയിന്റ് നോക്കുമ്പോൾ അത്രയ്ക്ക് നല്ല മനസ്സുള്ള, അല്ലെങ്കിൽ ആരെന്ത് ചോദിച്ചാലും എടുത്ത് വാരിക്കോഴി കൊടുക്കുന്ന ഒരു റോയ് സാറെന്ന് നമുക്ക് തോന്നും. പക്ഷെ മറിച്ച് വേറൊരു പോയിന്റ് നോക്കുമ്പോൾ പാർട്ടിക്കാർ വിളിച്ച് ചോദിച്ചപ്പോൾ 25 ലക്ഷം തിരിഞ്ഞും നോക്കാതെ എടുത്തു കൊടുത്ത്. അപ്പൊ അവരുടെ ഫണ്ടാണോ റോയ് സാറ് കയ്യിൽ വെച്ചിട്ടുള്ളത്, ബ്ലാക്ക് മണി വല്ലതും ആണോ? ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ വരും. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ തള്ളക്ക് വിളിച്ചോണ്ട് പോകും. എനിക്കൊന്നുമില്ല, ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതായത് ഈ ഞാൻ ഭയങ്കര ലക്ഷറി ആണ്, ഇവിടെ നിങ്ങൾ ഫണ്ട് ഇറക്കിയാൽ അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് കാണിക്കാനുള്ള ഇയാളുടെ ഒരു തത്രപ്പാടായിരുന്നു ഈ കാറും ഈ ഫ്ലൈറ്റുകൾ വാങ്ങലും ഒക്കെ എന്നാണ് പറയുന്നത്. മാത്രമല്ല കൗശലമില്ലാതെ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആളുകളിൽ പോയിട്ട് ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചാലും ഇതൊക്കെ സാധാരണക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല കർണാടകയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ചില ആളുകൾ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനായി ഇയാളുടെ ബിൽഡിംഗിൽ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ വരുന്നത് ശരിയാണെന്നറിയില്ല. പിടിക്കപ്പെട്ടാൽ പല രാഷ്ട്രീയ നേതാക്കളും കുടുങ്ങും. കാരണം കള്ളപ്പണമാണ്, ഈ പണം എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിർത്തും എന്നുള്ളതിന്റെ പേരിൽ തീർത്തതാണെന്ന് പറയുന്നു. മറ്റ് ചില ഈ ഊഹാഭോഗങ്ങൾ വരുന്നത് ചില ഡി കമ്പനികളുമായുള്ള ബന്ധങ്ങൾ. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു എയർലൈൻസ്, സ്വകാര്യ എയർലൈൻസ് ഉണ്ട്. അതിന്റെ MD 1995 മുംബൈയിൽ വെച്ച് അദ്ദേഹം വെടിവെച്ചാണ് മരിക്കുന്നത്. ഇതുപോലുള്ള ഒരു മരണമാണ്. ആ മരണത്തെക്കുറിച്ച് മുംബൈ പോലീസ് അന്വേഷിച്ചപ്പോൾ ഡി കമ്പനിയുടെ ഫണ്ടാണ് ഈ എയർലൈൻസിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അയാളെ ഡി കമ്പനി ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ വെടിവെച്ച് കൊന്നതാണ്, അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അയാൾ സ്വയം വെടിവെച്ചു, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെ തീർക്കുമെന്നുള്ള കാര്യം വന്നപ്പോൾ അയാൾ സ്വയം വെടിവെച്ചു എന്നാണ് പറയുന്നത്. ഇവിടെയും അത്തരത്തിലുള്ള നീക്കങ്ങൾ റോയിയിൽ ഉണ്ടായോ എന്നുള്ളതാണ്. അതായത് കുടുംബത്തെ തൊടുമെന്നായപ്പോൾ സ്വയം തീർന്നതാണോ എന്നതാണ് ചോദ്യം. അതുപോലെ ചോദ്യചിഹ്നമാണ്. പക്ഷെ അവിടെ വേറൊരു ഡൗട്ട് നിൽക്കുന്നതാണ് ഈ തോക്കിന്റെ കേസ്. ഇപ്പൊ കുടുംബത്തിന് വേണ്ടിയിട്ട് മരിച്ചതാകാം, അല്ലെങ്കിൽ സ്വയം ജീവൻ ഒടുക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ തോക്കിന്റെ കേസിൽ ഒരു ഡൗട്ട് നിൽക്കുകയാണ്. ആദ്യം മീഡിയയിൽ വന്നത് ഒച്ച കേട്ട് എല്ലാവരും ഓടിപ്പോയെന്നാണ് പറഞ്ഞത്. പക്ഷെ അതല്ല എന്റെ സത്യാവസ്ഥ. സൈലൻസർ ഉപയോഗിച്ചിട്ടാണ് വച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒച്ച കേൾക്കത്തില്ല. പിന്നെ സ്വയം ജീവൻ എടുക്കാൻ പോകുന്ന ഒരാൾ സൈലൻസർ ചിലപ്പോൾ ഓൾറെഡി വച്ചിരുന്നതാണോ, ഇനി അപ്പം എടുത്ത് വച്ചതാണോ, ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥയെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് നല്ല ദുരൂഹതയുള്ള ഒരു കേസാണ്, അത് ഉറപ്പാണ്. ഇത് സാധാരണ ഒരു മരണമല്ല. ഇനി അങ്ങനെ റോയി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ, സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ, ഇതൊരിക്കലും ഒരു IT റെയ്ഡിനെ പേടിച്ചിട്ടല്ല, അത് കൺഫേമാണ്.
അത് 100% നമുക്ക് എഴുതി ഒപ്പിടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത്രയും വലിയൊരു ബിസിനസ്മാന് ഒരു വക്കീൽ പോലും സ്വന്തമായിട്ട് ഇല്ലേ? അതൊരു ചോദ്യചിഹ്നം. ഇനി അതിന് പുറമെ ഈ ഒരു IT റെയ്ഡ് കുറച്ച് ദിവസമായിട്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് റെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥിതിക്ക് ഇവർ മെയിനായിട്ട് വന്നു കയറിയ ഉടനെ ആദ്യം ഫുള്ള് മൊത്തം എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റും, അതുപോലെ ഫോണ് കാര്യങ്ങളെല്ലാം വാങ്ങി വെക്കും. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റോയ് എന്ന് പറയുന്ന വ്യക്തി ക്യാബിനിൽ പോയിട്ട് എങ്ങനെ തോക്കെടുത്തു ചോദ്യം. ഇനി അങ്ങനെ ക്യാബിനിൽ ഒറ്റയ്ക്ക് വിടത്തില്ല, അത് വേറൊരു സത്യം. IT റൈഡ് നടക്കുന്ന സമയത്ത് സ്വന്തം ക്യാബിനിലോട്ടോ സ്വന്തം റൂമിലോട്ടോ മറ്റു റൂമിലോട്ടോ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോകാനൊന്നും അവർ സമ്മതിക്കത്തൊന്നുമില്ല, ഒന്നും സമ്മതിക്കത്തില്ല. ആ സ്ഥിതിക്ക് അവിടെ വൻ ദുരൂഹതയാണ് നടന്നിട്ടുള്ളത്. പിന്നെ ഈ കൊണ്ടുപോയ ആൾക്കാർ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയവരിൽ നല്ല മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ അവന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇത്രയും ദൂരം കൊണ്ടുപോകത്തില്ല. എമർജൻസി ആയിട്ടുള്ളൊരു കേസാണ്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ റിഫർ ചെയ്താൽ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ കൊണ്ടുപോകത്തുള്ളൂ. അടുത്ത് നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് അവിടെ കൊണ്ടുപോകാതെ 9 കിലോമീറ്റർ താണ്ടി അപ്പുറത്ത് പോയി. അത് തന്നെ ഒരു ഒന്നാം തരം ദുരൂഹതയാണ്. ഇനി മറുനാടനിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കൊടുക്കാം. CJ റോയ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. അത് മാത്രമായിരുന്നു റോയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. അതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലേക്കും മറ്റും കടന്നു വന്നെങ്കിലും CJ റോയിയെ അടയാളപ്പെടുത്തുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ശ്രദ്ധേയമായ നേട്ടത്തിന്റെ പുറത്താണ്. ആ റോയി അകാലത്തിൽ മരിച്ചിരിക്കുന്നു. റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ക്ലോസ് റേഞ്ചിൽ തന്റെ തോക്ക് നെഞ്ചിലേക്ക് ചേർത്ത്, അതായത് വലത് കൈകൊണ്ട് ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെടിവെച്ചു എന്നാണ് റിപ്പോർട്ട്. ആ തോക്കിൽ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹൃദയം തുളച്ച്, ശ്വാസകോശം തുളച്ച് ശരീരത്തിൽ പുറത്ത് വെടിയുണ്ട വന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും റോയ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. റോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് കഴിഞ്ഞ 2 ദിവസവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഷോക്കിംഗ് വാർത്തയായിരുന്നു. ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. റോയിയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട് കൊലയ്ക്ക് കൊടുത്തതാണ് എന്നാണ് കുടുംബാംഗങ്ങളും കമ്പനി ജീവനക്കാരും വിശ്വസിക്കുന്നത്. കമ്പനിയുടെ MD ആയ TA ജോസഫ് ഇത് സംബന്ധിച്ച് കർണാടക പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കൊലപാതക സാധ്യത പോലും അവർ തള്ളിക്കളയുന്നില്ല. ചില ആളുകൾ പറയുന്നത് ഇത് ദുരൂഹമാണ്, കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്തണമെന്നാണ്. മറ്റു ചിലർ പറയുന്നു റോയിയെ വല്ലാത്ത സമ്മർദ്ദത്തിലൂടെ തള്ളിവിട്ട് സ്വയം മരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു കേന്ദ്ര അന്വേഷണ സംഘമെന്ന്. ഇത് രണ്ടിൽ ഏതെങ്കിലും വാസ്തവമാണോ? അതോ ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, ഏതു നിമിഷവും മരിക്കാൻ തയ്യാറാണ്, ആഘോഷിച്ചു കഴിഞ്ഞു, സമ്മർദ്ദം താങ്ങേണ്ട ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ച് ജീവിച്ചിരുന്ന റോയി പെട്ടെന്നൊരു സമ്മർദ്ദം വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ എല്ലാവരും നടുക്കിക്കൊണ്ട് ജീവൻ എടുത്തതാണോ? അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്നാൽ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ വളരെയേറെ ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. റോയി കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാവൂ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയാണ് റോയി മരണത്തിലേക്ക് പോയതെന്നാണ് കുടുംബം വിശദീകരിക്കുന്നതെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല എന്നാണ്. സമ്മർദ്ദമില്ല എന്നതിന്റെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. തീർച്ചയായും സമ്മർദ്ദമുണ്ട് എന്ന് പറയുന്നവർ അതിന് വിശദീകരണം നൽകണം. ഇൻകം ടാക്സോ EDയോ CBIയോ ഒന്നും വേണ്ട. കേരള പോലീസുകാർ പോലും ഒരു പ്രതിയെ പിടികൂടിയാൽ, ഒരാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നത് അയാളുടെ ദേഹ പരിശോധന നടത്തി അയാളുടെ കൈവശമുള്ളത് പിടിച്ചെടുക്കുകയാണ്. അയാളുടെ കയ്യിൽ മുറിവേൽപ്പിക്കാൻ തക്കതായ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കും. അപ്പോൾ പിന്നെ തോക്കിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇവർ പറയുന്നത് പോലെ കഴിഞ്ഞ 3 ദിവസമായി റോയി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ, അവരുടെ സമ്മർദ്ദത്തിലായിരുന്നെങ്കിൽ റോയിയുടെ കയ്യിൽ എങ്ങനെ തോക്കുണ്ടായി? ഇത്തരം വാദം ഖണ്ഡിക്കുന്ന മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ MD ജോസഫ് പറയുന്നത് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് താനും റോയിയും ബാംഗ്ലൂരിലെ ആസ്ഥാനത്തെത്തിയതെന്നാണ്. എന്ന് വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചതനുസരിച്ച് എത്തിയതാണ്. വന്ന ഉദ്യോഗസ്ഥരുമായി പ്രാഥമികമായി സംസാരിച്ചതിന് ശേഷം റോയ് തന്റെ ക്യാബിനിലേക്ക് പോയെന്നും ആ ക്യാബിനിൽ ഈ MD ജോസഫ് ഉണ്ടായിരുന്നെന്നും ജോസഫ് തന്നെ പറയുന്നു. ഇടയ്ക്ക് ജോസഫിനോട് റോയ് പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയോട് സംസാരിക്കണം, താൻ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ജോസഫ് പുറത്തേക്ക് പോയി. അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ജോസഫ് തിരിച്ചെത്തുകയും റോയിയുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ഇൻകം ടാക്സുകാരല്ല, റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവർ തടഞ്ഞു. ആരെയും കയറ്റിവിടരുത് എന്ന് പറഞ്ഞു എന്നാണ് ജോസഫ് പറയുന്നത്. കുറച്ചുനേരം കാത്തുനിന്ന് ജോസഫ് മുറി തുറക്കാൻ ശ്രമിച്ചപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നതായി തിരിച്ചറിയുന്നു. ഇതോടെ പാനിക്കായ ജോസഫ് ആ ഡോർ തകർത്താണ് മുറിക്കകത്ത് കയറുന്നത്. കയറുമ്പോൾ മുറിക്കകത്ത് തന്റെ കസേരയിൽ റോയി ചോരയൊലിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ജോസഫ് പറയുന്ന ഭാഷ്യം. ഇവിടെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നത്. ഒന്ന്, കൊലപാതക ആരോപണം ഉന്നയിക്കുന്നവർ, സമ്മർദ്ദ ആരോപണം ഉന്നയിക്കുന്നവർ മറന്നുപോകുന്നത് മുറി അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു എന്നതും ജോസഫിനോട് പുറത്തു പോകാൻ റോയ് പറഞ്ഞു എന്ന് ജോസഫ് അവകാശപ്പെടുന്നു എന്നതുമാണ്. എന്ന് മാത്രമല്ല 3 ദിവസം തുടർച്ചയായി അന്വേഷണ ഏജൻസിയുടെ സമ്മർദ്ദത്തിലും നിയന്ത്രണത്തിലുമായിരുന്നെങ്കിൽ എങ്ങനെയാണ് റോയ് തന്റെ ക്യാബിനിൽ ഒറ്റയ്ക്ക് പോയത്? റോയ്ക്കൊപ്പം ജോസഫ് പോയത്? ഒരു കാരണവശാലും റെയ്ഡ് നടക്കുമ്പോൾ ആ പ്രതിയെ പിടിക്കേണ്ടതുണ്ടെങ്കിൽ, ആ പ്രതിയുടെ നീക്കങ്ങൾ, അയാൾ ഫയൽ നശിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങൾ തടയേണ്ടതുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാളെ ഒറ്റയ്ക്ക് വിടാൻ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല. ഇവിടെ റോയ് ജോസഫിനൊപ്പം തന്റെ ക്യാബിനിൽ പോയി ഇരുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി എന്ന വാദം പൊളിയുകയാണ്. മാത്രമല്ല ജോസഫിനെ ഇറക്കിവിട്ടത് റോയിയാണ്. റോയ് അതിനുശേഷം വെടിയുതിർത്തു എന്നതിന്റെ തെളിവായി ഇത് മാറുന്നു. ഡിസംബർ മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഹൈക്കോടതി ആദ്യം റോയിയുടെ അപേക്ഷ പരിഗണിച്ച് അന്വേഷണം സ്റ്റേ ചെയ്യുന്നു, പിന്നീട് സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്വേഷണത്തിനെതിരെ റോയ് കോടതിയിൽ പോയത് മെറിറ്റിന്റെ പേരിലായിരുന്നില്ല, നേരെ മറിച്ച് കേരള ഉദ്യോഗസ്ഥർക്ക് കർണാടകയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചായിരുന്നു. അവിടെ റോയ് മറന്നുപോയത് ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഏത് യൂണിറ്റിലുള്ളവരെയും ഒരു അന്വേഷണ ചുമതല ഏൽപ്പിക്കാമെന്നതാണ്. കേരള യൂണിറ്റ് കർണാടകയിൽ ഒരു കേസ് അന്വേഷിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്.
ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അധികാരമില്ലാതെയാണ് ഇവർ അന്വേഷിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വിശദമാക്കുന്നത് വലിയൊരു അന്വേഷണം നടന്നിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ്. തോക്ക് കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് റോയിക്ക് ക്യാബിനിൽ ഇരിക്കാൻ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമാവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അനുവദിച്ചു എന്ന് പറയുന്നത് തന്നെ ഞെട്ടിക്കുന്ന കാര്യമല്ലേ? അതെ, ഉള്ള കാര്യമാണ്. തോക്കും വെച്ചോണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. ഇനി വച്ചോണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടായിരിക്കണം. എന്തായാലും അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥരെ നല്ലോണം ചോദ്യം ചെയ്യണം. പിന്നെ വേറെ അവിടെ ഉണ്ടായിരുന്ന സകലമാനത്തിനെയും ചോദ്യം ചെയ്യണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനെയും ചോദ്യം ചെയ്യണം. ഇവരെല്ലാവരും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു ദുരൂഹതയാണ് ഈ ദുരൂഹത. എന്തായാലും തക്കതായ രീതിയിൽ അന്വേഷിക്കുക. പഴയ ചരിത്രമടക്കം കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയാണ് റോയ് എന്ന് പറയുന്ന വ്യക്തി ഈ സാമ്രാജ്യം കെട്ടിപ്പടർത്തി ഉയർത്തി എടുത്തതെന്നുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. എന്തായാലും സത്യാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ